നാളെ തന്നെ നിങ്ങൾക്കൊരു കോൾ വരികയാണ്. ഹലോ, നമ്മുടെ കമ്പനിയിൽ ബിസിനസ്സൊക്കെ ഡൗൺ ആണ്, സോ നിങ്ങളെ ലേ ഓഫ് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു. ചിലപ്പോൾ ഇങ്ങനത്തെ ഫോൺ കോളൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഒരു മെയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം നമ്മളെ ജോലി പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് മന്ത് മുതൽ ഇൻകം ഇല്ല, EMI ഒക്കെ പെൻഡിങ് ആയി കിടക്കുകയാണ്, റെന്റ് കൊടുക്കണം, ഫുഡ്, പാടുപാടും. ഫാമിലിയൊക്കെ ആരും നോക്കും? അടുത്ത ജോലിയൊക്കെ പെട്ടെന്ന് കിട്ടും? ഫുൾ അൺസർട്ടനിറ്റി ആയിരിക്കുമല്ലോ. ഇങ്ങനത്തെ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? ലിങ്ക്ഡിനിൽ നേരെ പോയിട്ട് ഓപ്പൺ ടു വർക്ക് എന്നുള്ള ടാഗൊക്കെ ഇട്ട് ഫുൾ ഒരു 100-150 ജോലിക്ക് അപ്ലൈ ചെയ്യും. അറിയാവുന്ന റെഫറൻസിനൊക്കെ വിളിച്ചിട്ട് അവിടെ ഒരു ജോലി വേക്കൻസി ഉണ്ടാവും. അവിടെ നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം സംഭവിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് പാനിക് ആവാതെ ജസ്റ്റ് ഒന്ന് കാമായിട്ടൊന്ന് പ്രോസസ്സ് ചെയ്യുക. ബാങ്ക് ബാലൻസ് ഓപ്പൺ ചെയ്തിട്ട് എത്ര സേവിങ്സ് ഉണ്ട് നോക്കുക. നമ്മുടെ കയ്യിൽ ഇനി എത്ര സമയം ഉണ്ടെന്ന് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. സേവിങ്സ് ഇല്ലെങ്കിൽ പെട്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ മന്ത്ലി എക്സ്പെൻസ് ഒരു 30,000 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു 1.5 ലക്ഷത്തിൻ്റെ സേവിങ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 5 months സർവൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ജോലി പോകുമ്പോൾ തന്നെ നിങ്ങളുടെ ഫസ്റ്റ് ജോബ് എന്ന് പറഞ്ഞാൽ അടുത്ത ജോബ് കണ്ടെത്താന്നുള്ളതല്ല, നിങ്ങളുടെ കയ്യിൽ എത്ര സമയം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതാണ് ഫസ്റ്റ് ജോബ്. ഇപ്പോൾ മന്ത്ലി എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഒരു 30,000 ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഒരു മന്ത്ലി എക്സ്പെൻസ് എങ്ങനെ ഇനി കട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കേണ്ടത്. നേരെ പോവുക, പേയ്മെന്റ്സ് ആപ്പ് എടുക്കുക. ഗൂഗിൾ പേ, ഫോൺ പേ എന്ന് പറഞ്ഞ പേയ്മെന്റ്സ് ആപ്പ് ഒക്കെ എടുത്തിട്ട് സബ്സ്ക്രിപ്ഷൻസ് നോക്കുക. ഇതൊക്കെ നേരെ അൺസബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ എവിടൊക്കെ അൺവാണ്ടഡ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടോ, എന്തൊക്കെ നമ്മൾ റെക്കറിംഗ് ആയിട്ട് നമ്മുടെ അക്കൗണ്ട് നമ്മളെ കയ്യിൽ നിന്ന് പോകുന്നോ നോക്കിയിട്ട് അതെല്ലാം കട്ട് ചെയ്യുക. ഇനി വരുന്ന 5 months സർവൈവ് ചെയ്യാനുള്ള രീതിയിലേക്ക് നമ്മൾ എക്സ്പെൻസ് നമ്മൾ കട്ട് ചെയ്തിട്ട് ബഡ്ജറ്റ് പ്ലാൻ ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു 5,000 ഒക്കെ സേവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അപ്പം നിങ്ങളുടെ മന്ത്ലി എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ 25,000 rupees ആയി. ഇപ്പം നിങ്ങളുടെ 1.5 lakhs ഉണ്ട്, 25,000 rupees ആണ് എക്സ്പെൻസ് എങ്കിൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിലുള്ള പൈസ കൊണ്ട് നിങ്ങൾക്ക് 6 months സർവൈവ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ആശ്വാസം കിട്ടും. ഓക്കെ, എൻ്റെ കയ്യിൽ ഇപ്പോൾ 6 months ടൈം ഉണ്ട്, ഈ ഒരു ടൈമിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കണ്ടെത്താൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടും. ഇപ്പം നിങ്ങൾക്കൊരു അത്യാവശ്യം ക്ലാരിറ്റി ഒക്കെ കിട്ടി. അപ്പോൾ 6 months ഉള്ളിൽ ഒരു ജോബൊക്കെ കണ്ടെത്തിയാൽ മതി. അപ്പോൾ ഇനി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ട സാധനമാണ് കരിയർ ഇൻവെന്ററി. ഒരു പേജ് എടുത്ത് നിങ്ങൾക്ക് എഴുതുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്റർ ആണെങ്കിൽ നിങ്ങൾ ഏതൊക്കെ പ്ലാറ്റ്ഫോംസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ അഡ്വർടൈസിങ് സ്പെൻഡ് എത്രയാണ്, നിങ്ങൾ ഏതൊക്കെ ഡൊമൈനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ മാർക്കറ്റ് പ്ലേസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ സ്കില്ലൊക്കെ ഇതുപോലെ നോട്ട് ഡൗൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, എനിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം, ഇത്രത്തോളം ഒരു ഇമ്പാക്റ്റ് ഞാൻ കമ്പനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, ഇത്രത്തോളം റിസൾട്ട് എനിക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ബിൽഡ് ആവും. ഒരിക്കലും ജോബ് പോയ ശേഷം നിങ്ങളുടെ പഴയ CV ഡിസ്ക്രിപ്ഷൻ തന്നെ സെയിം നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങളൊരു ഫ്രഷ് CV ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. നിങ്ങളുടെ അപ്ഡേറ്റഡ് സ്കിൽസ്, അപ്ഡേറ്റഡ് റിസൾട്ട്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ തന്നെ ശരിക്കും പൊസിഷൻ ചെയ്യാണ്. എന്നാലാണ് നിങ്ങൾക്കൊരു നല്ലൊരു സാലറിയിലേക്ക് ഇനി നെക്സ്റ്റ് ജോബിലേക്ക് ഹൈ കോൺഫിഡൻസിൽ കൂടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ക്രാക്ക് ചെയ്ത് കയറാൻ പറ്റുള്ളൂ. ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ CV റീബിൽഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ലിങ്ക്ഡിൻ നിങ്ങൾ റീബിൽഡ് ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ കേസ് സ്റ്റഡീസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഏതൊക്കെ പ്രോജക്ട്സിലാണ് വർക്ക് ചെയ്ത് നിങ്ങളേക്ക് ഉള്ളൊരു ഡേറ്റാസ് വെച്ചിട്ട് നിങ്ങളൊരു കേസ് സ്റ്റഡീസ് ഉണ്ടാക്കുക. ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നെക്സ്റ്റ് ഇൻ്റർവ്യൂവിൽ പോയിട്ട് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അവർക്ക് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് ജോബ് അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സാണ്. ലിങ്ക്ഡിൻ ആയിരിക്കും വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലാറ്റ്ഫോം. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ. നിങ്ങൾ ശരിക്കും ഒരു ജോബിൽ നോക്കിയിട്ട് അതിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ വെൽ വായിച്ചിട്ട് നിങ്ങളുടെ സ്കിൽസായിട്ട് മാച്ച് ആവുകയെന്ന് നോക്കിയിട്ട് എന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഡെയിലി നിങ്ങളൊരു 100 ജോബിനല്ല നിങ്ങളിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഒരു വെൽ സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഒരു ഫിൽട്ടർ ചെയ്തിട്ട് ഒരു ഹൈ ക്വാളിറ്റി ചാൻസസ് ഉള്ള നിങ്ങളുടെ സ്കില്ലായിട്ടൊക്കെ മാച്ച് ആവുന്ന ഒരു 10 ജോബിന് നിങ്ങൾ അപ്ലൈ ചെയ്യുക. നിങ്ങൾ ഇതുപോലെ ഒരു 10 ദിവസം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു ഓപ്പർച്യൂണിറ്റി മതി. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ പ്രൊഫഷണൽ നെറ്റ്വർക്ക് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പഴയ വർക്ക് ചെയ്ത കമ്പനിയുടെ കൊളീഗ്സ് എവിടെ വർക്ക് ചെയ്യുന്നു നോക്കാം. നിങ്ങൾ അതിൻ്റെ മുന്നേ വേറെ ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കൊളീഗ്സായിട്ട് കണക്ട് ചെയ്യാം. നിങ്ങളുടെ ക്ലാസ്മേറ്റ്സ് എവിടേക്കാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. നിങ്ങൾ ഇവരോട് നെറ്റ്വർക്കിംഗ് ചെയ്യുകയാണെങ്കിൽ ഇവർ ചിലപ്പം നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് റെഫർ ചെയ്ത് നിങ്ങളിലേക്ക് തരാൻ പറ്റും. നിങ്ങൾ നെക്സ്റ്റ് ഒരു ചെറിയൊരു ഇൻകം എവിടെന്നെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ എന്നും കൂടെ നോക്കണം. നിങ്ങളിപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്യുന്നത് ഫ്രീലാൻസ് ആയിട്ട് ഏതെങ്കിലും ക്ലയൻസിനൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ സാലറി റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് ചെറിയൊരു ഇൻകം ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 10,000 rupees അല്ലെങ്കിൽ ഒരു 15,000 rupees ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സൈക്കോളജിക്കലി ഭയങ്കര റിലീഫായിരിക്കും. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സംഭവമാണ് നിങ്ങളുടെ ജോബ് നിങ്ങളുടെ സ്കില്ലിനുമായിട്ട് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള സ്കിൽസ് നിങ്ങൾ പഠിക്കുക എന്നുള്ള സംഭവം. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് വരുന്ന ഇൻ്റർവ്യൂസ് എല്ലാം സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 1 weekൽ നിങ്ങളൊരു 50 കമ്പനീസിന് നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുത്തെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂ കോൾസും വന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം എന്തോ പ്രശ്നമുണ്ട്. മേ ബി അത് നിങ്ങളുടെ CV യിലാക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പൊസിഷനിങ്ങിലാക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത ആ റോളിന്
നിങ്ങളുടെ സ്കില്ല് മാച്ച് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ എന്താണ് പ്രശ്നം നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്യാൻ കുറച്ച് സമയം നോക്കിയിട്ട് വിലയിരുത്തിയിട്ട് നിങ്ങൾ അതൊന്ന് ഇമ്പ്രൂവ് ചെയ്തിട്ട് ഇനി നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റീസിലൊക്കെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇനി മെയിനായിട്ട് നമ്മളൊരു കാര്യം എന്താ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോബും അത്ര വലിയ പെർമനൻ്റ് ഒന്നുമല്ല. ഇൻഫോസിസ്, ആമസോൺ, വലിയ ഫേസ്ബുക്ക്, മെറ്റ, ഇവിടുന്ന് വരെ ആൾക്കാരെ ലേ ഓഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സേഫ് ആക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് നമ്മുടെ സ്കിൽസ്, നമ്മുടെ സേവിങ്സ്, ഇനി നമ്മൾ അവിടെ ബിൽഡ് ചെയ്യുന്ന ക്വാളിറ്റി കണക്ഷൻസ്. ഇനിയിപ്പോൾ ഒരു ലേ ഓഫ് വന്നാൽ തന്നെ, നമ്മുടെ ജോലി നഷ്ടപ്പെട്ടാൽ തന്നെ അവിടുന്ന് തിരിച്ച് കയറി വരാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ്, ഈ ഒരു സാധനം നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കേണ്ടി തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നാളെ തന്നെ ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ ഇത് കാണുന്ന ആർക്കെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടാണെങ്കിൽ ഒരിക്കലും പാനിക് ആവാതെ ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്സൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്തോ, ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ വീഡിയോ ഫോളോ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ നോട്ട് ഡൗൺ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ഞാനൊരു PDF ആക്കിയിട്ട് താഴെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ സീ ഓൺ ദ അതർ വീഡിയോ. ബൈ.